ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നതാണ്. ഇന്നെനിക്കങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ഞാൻ വിചാരിച്ചു ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നിപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ വീടിൻ്റെ മുറ്റം ഞാൻ കല്ല് കെട്ടി കുറച്ച് ഭാഗം തിരിച്ചിരുന്നു. ബാക്കി ഇങ്ങനെ പറമ്പ് പോലെ കിടക്കുമായിരുന്നു. നമുക്ക് എന്തെങ്കിലും ചെടിയോ എന്തെങ്കിലുമൊക്കെ നടാം എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ആ ഭാഗമെല്ലാം അങ്ങ് വല്ലാണ്ട് കാട് കയറി എപ്പോഴും പോച്ചയൊക്കെ നിറഞ്ഞ് പിന്നെ മുറ്റത്തിനൊരു വീതിയില്ലാത്ത രീതിയിൽ കിടക്കുമായിരുന്നു. എന്നാൽ അതെല്ലാം ഒന്നൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ മണിക്കുട്ടി ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന കാര്യം ഞാൻ ഷോർട്ടിലൂടെ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, ഷോർട്ട് വീഡിയോയിലൂടെ. പ്രസവം നിർത്താനുള്ള ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കുവാണ് അവൾ. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റു. ഞങ്ങൾ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി കഴിച്ചു. പക്ഷെ പിന്നെ ഞാൻ അവൾക്ക് കുറച്ച് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച് മീനൊക്കെ വറുത്തതിട്ടിട്ട് അവൾക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴേ ഓർത്തെ അവൾക്ക് ഇഷ്ടം മറ്റേ നമ്മുടെ വിസ്കസിൻ്റെ ഗ്രേവി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ അത് കൂട്ടിക്കൊഴിച്ച് അവൾക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴുത്തിലെ കോളറ് മാറ്റിയിട്ട് അവളെ കൂട്ടിനകത്ത് ഇടാൻ പറ്റത്തില്ല, കാരണം അവളെ മുറിവിലൊക്കെ നക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് കോളർ ഇട്ടിട്ട് തന്നെയാണ് അവളെ കൂട്ടിലിടൽ. അപ്പം ഒരു സ്വാതന്ത്ര്യം കിട്ടിക്കോട്ടെ എന്ന് കരുതി പാവത്തിന് ഞാൻ കോളറൊക്കെ അഴിച്ച് മാറ്റി കൊടുത്തു. അവളുടെ മോളാട്ടോ ഇത്. അവൾ ഭയങ്കര അഹങ്കാരി പെണ്ണാണ്. നമ്മൾ എന്തെടുത്താലും നമ്മുടെ കീഴിൽ കയറി വരും. എപ്പോഴും അവളെ എടുക്കണം, ഉമ്മ കൊടുക്കണം, അങ്ങനെയാണ്. അമ്മ ചോറ് തിന്നുന്നതിന് അതിനകത്തേക്ക് കൂടെ കയറിയിട്ട് എങ്ങനെയെങ്കിലും ആ ചോറ് തിന്നാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അവൾ. വേറെ രണ്ടുപേരും ഉണ്ട് കേട്ടാ. ആ കോളർ അഴിച്ചു കൊടുത്തോണ്ട് കണ്ടില്ലേ, അവൾ ഭയങ്കര സ്പീഡിൽ നല്ലോണം ഭക്ഷണം കഴിക്കുന്നതുണ്ടോ. അവൾക്ക് ഭക്ഷണമൊക്കെ നല്ലോണം വേണം, നല്ലോണം കഴിക്കുകയും ചെയ്യും. സമയത്തിന് അത് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വേഗത്തിൽ തന്നെ വേണം എനിക്ക് എൻ്റെ കോളർ ഇട്ട് കൊടുക്കാൻ. അപ്പം ഞാൻ കോളർ ഇടാൻ നോക്കുമ്പോൾ അവൾ സമ്മതിക്കത്തില്ലേ. അപ്പോൾ വേഗം കോളർ ഇട്ടില്ലെങ്കിൽ അവളത് നക്കി ഇതാക്കും. അപ്പോൾ ചോറ് തിന്ന ഭാഗത്ത് കുറേ എന്തൊക്കെയോ ചോറും ഇതൊക്കെ ആ തുണിയിൽ വീണിരുന്നു. അപ്പോൾ അത് പിന്നീട് ഉറുമ്പ് കയറണ്ടെന്ന് വിചാരിച്ചിട്ട് അവളോട് ഞാൻ കൂട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറയുവാണേ. അപ്പോൾ ആദ്യം ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. ആദ്യമൊക്കെ കൂട്ടി കിടക്കാനായിരുന്നു മടി, ഇപ്പോൾ കൂട്ടിൽ നിന്ന് ഇറങ്ങാനാണ് മടി. ആ കോളർ ഇട്ടിരിക്കുന്നുണ്ട് ലക്ഷ്യമൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് അങ്ങ് പോകും. സൈഡൊന്നും കാണാൻ പറ്റാത്തത് കൊണ്ട് എങ്ങോട്ടാണോ പോകുന്നത് ആ മുന്നോട്ട് തന്നെ അങ്ങ് പോകും. അങ്ങനെ പോയിട്ട് ആ ദിവാങ്കോട്ടിൻ്റെ കീഴിൽ പോയി കയറിയിരിക്കുവാണേ. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ വേഗം പോയിട്ട് എടുക്കുന്നുണ്ട്, അവൾ ദിവാങ്കോട്ടിൻ്റെ കീഴിൽ ഇരിക്കുന്നതെന്ന്. പിന്നെ ഞാൻ ആ ദിവാങ്കോട്ട് മാറ്റിയിട്ട് പോയി അവളെ എടുക്കുന്ന കാഴ്ചയാണ്. അവളുടെ 2 ആമക്കളാണ് ആ ദിവാങ്കോട്ടിൻ്റെ മേലെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ അവളെ ഇച്ചിരി നേരം അവന്മാരുടെ അടുത്തേക്ക് വെച്ചു കൊടുത്തു. അവൾ കൂട്ടിക്കിടന്നുകൊണ്ട് ഇങ്ങനെ പിള്ളേരെ നോക്കുകയും പിടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ പാവമല്ലേ, അവളുടെ ഒരു ആഗ്രഹമല്ലേ എന്ന് കരുതി ഞാൻ പിള്ളേരുടെ അടുത്ത് കൊണ്ട് അവളെ വെച്ചു കൊടുത്തു. അപ്പോൾ കുറച്ച് നേരം മക്കളെ സ്നേഹിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇനി എനിക്ക് അടുത്ത ഒരു പണിയെന്ന് വെച്ചാൽ ഇവളുടെ മുറിവിൽ മരുന്ന് പുരട്ടണം. ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ തുടച്ചതിന് ശേഷം മുറിവിനകത്ത് നല്ലോണം മരുന്ന് പുരട്ടി കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊരു മുറിവ് കരിയാനുണ്ടെന്നാണെന്ന് കൊണ്ടുചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഉപ്പിട്ട വെള്ളത്തിൽ ഇങ്ങനെ നല്ലോണം തുടച്ചേച്ച് ആ മുറിവിൻ്റെ മരുന്ന് ഇട്ട് കൊടുക്കും. ആ മരുന്ന് എങ്ങ് പുരണ്ടു പോകുന്നില്ല. പിന്നെ കിടക്കുന്ന തുണി, വിരിച്ചിട്ടിരിക്കുന്ന തുണിയിലെങ്ങാണ്ടും പുരണ്ടു പോയാലേ ഉള്ളൂ. പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ ആ ഹോസ്പിറ്റലിൻ്റെ കാര്യം. ഞാനല്ല ഷോർട്ട് വീഡിയോ ചെയ്തതിനകത്തിൽ ആ ഹോസ്പിറ്റലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോസിറ്റീവ് എന്നാണ് ഹോസ്പിറ്റലിൻ്റെ പേര്. പുത്തമ്പടിയാണ് സ്ഥലം. ആ ഡോക്ടറും അവിടുത്തെ ജീവനക്കാരും ഒക്കെ എന്തോരം നല്ല സമീപനമാണെന്നറിയാമോ നമ്മളോടും ഈ പാവപ്പെട്ട മൃഗങ്ങളോടും കാണിക്കുന്നത്. നമുക്ക് പിന്നെയും പിന്നെ അവിടെ ചെല്ലാൻ തോന്നും, കാരണം അത്രയ്ക്ക് നല്ല രീതിയിലുള്ള സഹകരണമാണ് അവർ ചെയ്യുന്നത്. പിന്നെ എല്ലാ ഫെസിലിറ്റിയും അവിടെ ഉണ്ട് കേട്ടോ. ലാബിൻ്റെ സൗകര്യമുണ്ട്, പിന്നെ എന്താ പറയുക, ഇങ്ങനെ നമ്മൾ പ്രസവം നിർത്തുന്നതിൻ്റേത്, അല്ലാതെ ഓപ്പറേഷൻസിൻ്റെയൊക്കെ ഒരുപാട് സൗകര്യങ്ങളുള്ളൊരു ഹോസ്പിറ്റലുമാണ്. 24 മണിക്കൂർ, വൈകുന്നേരം 8:30 വരെ എങ്ങാണ്ടാന്ന് തോന്നുന്നു ടൈം. പക്ഷേ രാത്രിയിലൊക്കെ പിന്നെ പെറ്റിനെ അവരവിടെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ മോൻ കയറി എൻ്റെ മേലെ ഇരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്ന കാഴ്ച. പിന്നെ അവളെ അവിടെ ഇട്ടിട്ട് ഞാൻ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ വേഗം കഴുകി വെച്ചിട്ട് വേണമല്ലോ മുറ്റത്തേക്ക് ഇറങ്ങാൻ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് മീൻകാരൻ വരുന്നത്. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ വേഗത്തിൽ പോയി മീൻ വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നേ. ആ മീനൊക്കെ ഇങ്ങോട്ട് കവറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. ഭയങ്കരമായിട്ട് കാടും പെടലുമായിട്ട് ഇങ്ങനെ നിൽക്കുവാണേ. നമ്മളിപ്പോൾ 1-2 ദിവസമൊക്കെ നമ്മൾ നോക്കിയില്ലെങ്കിൽ ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കാടായി പോകും കേട്ടോ. അപ്പം മുറ്റത്തിന് കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളത് കൊണ്ട് ഞാൻ ആ സൈഡിൽ നിൽക്കുന്ന മരങ്ങളൊന്നും, കാരണം കയ്യാല നമ്മൾ മതിലൊന്നും കെട്ടിയിട്ടില്ല. അപ്പോൾ കയ്യാല വേഗം മണ്ണിടിഞ്ഞൊക്കെ താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ മരക്കാലൊന്നും വരുമ്പോൾ ഞാനത് വെട്ടിക്കളയലില്ല. പക്ഷെ അതിങ്ങനെ മേലോട്ട് പോയിട്ട് അതൊരു ലൈൻ കമ്പി പോകുന്നുണ്ട്, അതുമേ പോയി മുട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സൈഡിലത്തെ അല്ല. അത് മാത്രമല്ല റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ വീട് കാണുന്നുമില്ല. അപ്പോൾ ഞാൻ ആ സൈഡിലത്തെ കാടും ഇതെല്ലാം കളഞ്ഞ്, അപ്പോൾ ഞാനൊരു അതിര് കെട്ടി മുറ്റം തിരിച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം മാറ്റി ആ സിമൻറ്റ് കട്ടയെല്ലാം സൈഡിലേക്കൊക്കെ കൊണ്ടുവച്ച്
അങ്ങനെയൊക്കെ വലിയ പണിയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ നിങ്ങളെ ഞാൻ അവസാനം കാണിച്ചു തരാം അതെന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ ഉണ്ട് വലിയ 2 കാച്ചിൽ നിൽക്കുന്നു. അതിൻ്റെ ഇലയും കാര്യങ്ങളും എല്ലാം പടർപ്പ് അതെല്ലാം അങ്ങ് പോയതാണേ. എന്നിട്ട് അതിൻ്റെ കുറ്റി മാത്രമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് കീഴിൽ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള പിന്നെ നോട്ടമാണ് ഞാനിപ്പോൾ നോക്കുന്നത് കേട്ടോ. കുഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുവാണേ. അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ കാച്ചിൽ അതങ്ങ് കുഴിയിലേക്കാണ് നിൽക്കുന്നത്. ഞാൻ പാരയൊക്കെ ഇട്ട് പൊന്തിക്കാനൊന്നും നോക്കിയിട്ടൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് 2ആയിട്ട് മുറിഞ്ഞൊക്കെ എൻ്റെ കയ്യിലേക്ക് വന്നു. അതാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് കേട്ടോ. ഞാനതെല്ലാം പറിച്ച് അവിടെ വെച്ചൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പണിക്ക് ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കിന് അമ്മ എന്താക്കി, ആ കാച്ചിലെല്ലാം കൂടെ കൊണ്ടുപോയി പുഴുങ്ങി കാന്താരി ചമ്മന്തിയൊക്കെ ആയി കട്ടൻ കാപ്പിയൊക്കെ ഇട്ടിട്ട് എന്നെ കഴിക്കാൻ വിളിച്ച്. ആ സമയത്ത് ആ ജോലിക്കിടയ്ക്ക് അത് കിട്ടിയൊരു വലിയ ആശ്വാസമായിരുന്നു കേട്ടോ. കാച്ചിൽ പുഴുക്കും കാന്താരി ഉടങ്കൊല്ലി മുളകിൻ്റെ ചമ്മന്തി കട്ടൻ കാപ്പി. ഇത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ. ആ ചമ്മന്തിയുടെയൊക്കെ ടേസ്റ്റ്. അത് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം തന്നെ വീണ്ടും പണിക്ക് ഇറങ്ങിയണ്ട. മുറ്റം ഒരുവിധം ക്ലീൻ ആയത് കണ്ടോ. ആ ഭാഗം എല്ലാം ഞാൻ നല്ല ഭംഗിയായിട്ട് തന്നെ ക്ലിയറാക്കി കേട്ടോ. അപ്പോഴത്തേക്ക് എനിക്കങ്ങ് വയ്യാണ്ടായേ. നടുവേദനയും കാലുവേദനയും പിന്നെ തുടങ്ങിപ്പോയതല്ലേ എന്ന് വിചാരിച്ച് ബാക്കിയും കൂടി അങ്ങ് പൂർത്തീകരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വേഗം അവിടുത്തെ ചപ്പും ചവറും എല്ലാം വാരിക്കൊണ്ട് കളഞ്ഞ. ആ നിൽക്കുന്ന തെങ്ങിൻ്റെ ചുവട്ടിലാണെങ്കിൽ വേര് തെളിഞ്ഞിങ്ങനെ നിൽക്കുക, മണ്ണൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന മണ്ണെല്ലാം അതിൻ്റെ ചുവട്ടിലേക്കെല്ലാം അടുപ്പിച്ച്. പിന്നെ 2-3 മുളകിൻ്റെ തയ്യുമൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അതെല്ലാം എടുത്തിട്ട് ചട്ടിയിലേക്ക് ആക്കി അവിടെ എല്ലാം ഒതുക്കി പറക്കി വേഗം തന്നെ പണി തീർത്തിട്ട് കയറി കുളിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഇതെല്ലാം കൂടെ പറക്കി എടുക്കുവാണ് കേട്ടോ. അതിനിടയ്ക്ക് പൂച്ചക്കുട്ടികളും എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവർ എപ്പോൾ നമ്മൾ എന്തെടുക്കാൻ വന്നാലും അവരെൻ്റെ കൂടെ വരും കേട്ടോ. ഞാനിപ്പം പറമ്പിലേക്ക് ഇറങ്ങി അവരേക്ക് വരും. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും എൻ്റെ പുറകെ വരും. ഇന്നാണെങ്കിൽ മീൻകാർ വന്ന സമയത്ത് കുറച്ച് നേരത്തേക്ക് അവരെ കാണുന്നില്ല. നോക്കുമ്പോൾ അപ്പുറത്തെ പറമ്പിലെ മതിലേ പോയിരിക്കുന്നു. പട്ടിയൊക്കെ ഒരുപാടുണ്ട് ഇവിടെ കേട്ടോ. അത് കാരണം ഞാൻ വേഗം തന്നെ പോയി അവരെ എടുത്തുകൊണ്ടിങ്ങി പോകുന്നു. പട്ടി എങ്ങാനും കയറി പിടിച്ചു പോയാൽ നമ്മളങ്ങനെ സ്നേഹിച്ച് വളർത്തുന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ വേഗം തന്നെ പോയി എടുത്തുകൊണ്ട് വന്നു. ഞങ്ങൾ റോഡിൻ്റെ സൈഡാണ് കേട്ടോ ഇത്. നമുക്കിപ്പോൾ റോഡിൽ കൂടെ പോകുന്നവരെയൊന്നും കാണാനേ പറ്റില്ലായിരുന്നു അടുത്ത കാട് കാരണം. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ റോഡിലേക്കാണ് നമ്മുടെ വീട് നിൽക്കുന്നത്. ഇപ്പോൾ റോഡിൽ കൂടെ പോകുന്നവർക്കും നമ്മുടെ വീട് കാണാൻ പറ്റുന്നുണ്ട്, നമ്മളെയും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കാട് കയറി ചുമ്മാ കിടന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അപ്പുറത്തെ സൈഡിലൊക്കെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്യുക. ചെടിച്ചട്ടിയൊക്കെ കുറേ ഞാൻ അവിടെ വെച്ചിരുന്ന കേട്ടോ. അതെല്ലാം ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി കൊടുത്തു. എനിക്ക് മുട്ടുവേദനയൊക്കെ ഉണ്ട് കേട്ടോ, നടുവേദന. ഇങ്ങനെ കുനിഞ്ഞൊത്തിരി നേരം നിന്നൊന്നും എനിക്ക് പണിയെടുക്കാൻ വയ്യ. എന്നാലും നമ്മൾ തുടങ്ങി വെച്ചതല്ലേ എന്ന് കരുതി ഞാനത് ഫുള്ള് പൂർത്തിയാക്കി കേട്ടോ. എന്നിട്ട് വീട്ടിലേക്ക് കയറി പോയി ഞാനൊരു നല്ല കുളിയും കഴിഞ്ഞ് വന്നിട്ട് റെസ്റ്റ് എടുക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. റെസ്റ്റ് എടുത്ത് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കങ്ങ് എന്താ പറയുക, ഇരിക്കണം അല്ലെ കിടക്കണം എന്നുള്ള ആഗ്രഹം തന്നെ. അപ്പോഴത്തെ വിശന്നിട്ട് വയ്യ. അപ്പോൾ പിന്നെ വേഗം തന്നെ ഞാൻ മാളുവിനോട് ചോറ് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൾക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ വേഗം ഞാനും അമ്മയും കൂടി ചോറ് വിളമ്പി കഴിക്കുകയാണേ. ചീരത്തോരനും ഉണ്ടായിരുന്നു, അയല പൊരിച്ചതും ഉണ്ടായിരുന്നു, സാമ്പാറും ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി നല്ലോണം ഒരു പിടിയൊക്കെ പിടിച്ച് മാളു പഠിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മാളുവിന് ഞാൻ അന്നേരം പോയി വീഡിയോ എടുത്തതാണേ. അവളോട് ഞാൻ എന്നാൽ കഴിക്കടി എന്ന് പറഞ്ഞപ്പം അവൾക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങൾ കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും അമ്മയും കൂടി ഫാനിൻ്റെ കീഴിൽ പോയിരുന്ന് കഴിക്കുകയാണേ. അതിനിടയ്ക്ക് മണിക്കുട്ടി അവിടെ നിന്ന് കരയുന്നുണ്ടേ. അവൾക്ക് ഞാൻ ഫുഡ് കൊടുത്തതാണ്, എന്നിട്ടും പിന്നെയും കരയാം. നമ്മൾ കഴിക്കുന്ന കണ്ടുകൊണ്ടാണ്. പുറത്തേക്ക് ഇറങ്ങാനുള്ള കരച്ചിലാണേ. അങ്ങനെ ഇറക്കി വിടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇറക്കി വിട്ടതുമില്ല. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പം മാളു ഇവിടുന്ന് ഭയങ്കര എഴുത്താണ്. 2-3 ദിവസമായിട്ട് ഇത് അസൈൻമെൻറ്റ് കൊടുക്കേണ്ട ഡേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതിന് വേഗത്തിലത് പണി തീർക്കാൻ വേണ്ടിയിട്ട് രാത്രിയും പകലും എല്ലാം ഇരുന്ന് എഴുത്താണ്. ഞാൻ അവളോട് പറഞ്ഞടി നിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് കാണിക്കട്ടെ എന്ന് ചോദിച്ചു. നീ എഴുതുന്നത് വേണ്ടാന്നൊക്കെ പറഞ്ഞതല്ല, ഞാനെടുത്ത് കേട്ടോ അവളിരുന്ന് എഴുതുന്നത്. അതിന് മുഖം പൊത്തിയിരിക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞ് എന്നിട്ട് ഞാൻ അവളുടെ വീഡിയോ എടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് നേരം പോയി കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കട്ടിലേക്ക് പോയി കിടക്കാൻ പോയപ്പം പൂച്ചക്കുട്ടി എൻ്റെ പുറകെ വന്നു. പിന്നെ അവനും അവിടെ കിടന്നോട്ടെന്ന് കരുതി ഫാനൊക്കെ ഇട്ട് ഞാൻ നല്ലോണം പുതച്ച് മൂടി ഒരു കിടപ്പം കിടന്നു. നല്ലൊരു ഉറക്കം ഉറങ്ങിയൊരു 4:45 ആയപ്പോൾ മാളു വന്ന് വിളിക്കുന്നു, അമ്മ ചായ ഇടാമെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ എഴുന്നേറ്റ് മാളുവാണ് ചായ ഇട്ടത് കേട്ടോ. ചുമ്മാ അവളുടെ കൂടെ പോയി നിന്ന് അവൾ ചായ ഇടുന്ന വീഡിയോ ഒക്കെ എടുത്തു. മണിക്കുട്ടി നല്ല ഉറക്കമാണ്. ഈ സമയത്ത് ഞങ്ങളെല്ലാവരും കിടന്ന് ഇങ്ങനെ ഒരു ഉറക്കമുള്ളതാണ് കേട്ടോ. ഉച്ചയൊക്കെ കഴിയുമ്പോൾ പണിയൊക്കെ തീർത്തതിന് ശേഷം ഒരു കിടപ്പ് കിടക്കും. പിന്നെ വൈകുന്നേരം ചായ സമയത്താണ് ഞങ്ങൾ എഴുന്നേക്കൽ. അങ്ങനെ മാളു ചായക്ക് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു. പാല് നോക്കിയപ്പോൾ പാലില്ല. പക്ഷേ ഒരു കവർ പാല് ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, ഞാൻ കണ്ടില്ല. പിന്നെ പാൽപ്പൊടി വാങ്ങി അങ്ങനെ വെക്കലുണ്ട്. പിന്നെ വേഗം ഞാൻ അവളോട് നമുക്ക് പാൽപ്പൊടി ഇട്ടിട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ അവൾ പാൽപ്പൊടിയൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് നല്ല അടിപൊളി ഒരു ചായ എടുത്തു കേട്ടോ. മാളും ഉണ്ടാക്കുന്ന ചായ ഭയങ്കര സൂപ്പറാട്ടോ. ഞാൻ വെള്ളം കുടിക്കുന്ന കാഴ്ചയായി കാണുന്നത്. ഞാൻ വെള്ളം കുടിക്കലേ ഇല്ലടാ. എനിക്കാണെങ്കിൽ കിഡ്നി സ്റ്റോണും ഉണ്ട്, വെള്ളം കുടിക്കാഞ്ഞിട്ടാ. പക്ഷേ വെള്ളം കുടിക്കാൻ എനിക്ക് ദാഹിക്കുകയേ ഇല്ല. അന്ന് ഇപ്പോൾ നോക്കി ചായ ഇട്ടുകൊണ്ടിരുന്ന അവിടെ നോക്കിയപ്പം അവിടെ വെള്ളം ഇരിക്കുന്ന കണ്ടുകൊണ്ട് എടുത്ത് കുടിച്ചതാണ്. അങ്ങനെ മാളും ഒരു അടിപൊളി ചായയൊക്കെ ഇട്ട് തന്നു. ഞാൻ ആ ചായയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തിരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. ഇനി അടുത്ത വീഡിയോയ്ക്ക് കാണും വരെ ഗുഡ് ബൈ.